സ്റ്റഡി വിത്ത് ഗീത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 53ാമത്തെ വീഡിയോ ആയ ഇതിൽ പൊതുവിജ്ഞാനത്തിലെ കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട 20 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് ജൈവകൃഷി സംരംഭകരാകാൻ സഹായം നൽകുന്ന പദ്ധതി പ്രവാസ ഹരിതം. 2023 ജൂലൈയിൽ സ്വാമി വിവേകാനന്ദൻ്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത രാജ്യം ടാൻസാനിയ. 2023 ജൂലൈയിൽ അന്തരിച്ച മാഹി മലയാള കലാഗ്രാമം സ്ഥാപകൻ AP കുഞ്ഞിക്കണ്ണൻ. അടുത്തിടെ അന്തരിച്ച വിഖ്യാത ചെക്ക് ഫ്രഞ്ച് എഴുത്തുകാരൻ മിലൻ കുന്ദേര. രാജ്യത്ത് ആദ്യമായി UPI QR കോഡ് വഴി രൂപ ഇടപാട് സാധ്യമാക്കിയ ബാങ്ക് HDFC ബാങ്ക്. ഊർജ മേഖലയിലെ രാജ്യാന്തര പ്രശസ്തമായ ഏനി അവാർഡിന് അർഹനായ മലയാളി പ്രദീപ് തലാപ്പിൽ. 2023 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ പരമോന്നത ദേശീയ ബഹുമതിയായ ലീജിയൻ ഓഫ് ഓണർ ബഹുമതി നേടിയ ലോക നേതാവ് നരേന്ദ്രമോദി. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യമുദ്ര ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ലോഗോ പച്ചക്കുതിര. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി 2023 ജൂലൈ 14. ഇക്കണോമിക്സ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വാസയോഗ്യമായ നഗരം വിയന്ന. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ താരം M ശ്രീശങ്കർ ലോങ് ജമ്പിൽ. പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച IIT ഇൻഡോർ. കുട്ടികളിലെ ഓട്ടിസവും അതുമായി ബന്ധപ്പെട്ട മറ്റ് അസുഖങ്ങളും കണ്ടെത്തുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട്. ദേശീയ ആരോഗ്യ മിഷനെ ഏതു പേരിലാണ് പുനർനാമകരണം ചെയ്യുന്നത്? പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ PMSSM. വിരലടയാളം ഉപയോഗിച്ച് രാജ്യത്തെവിടെയുമുള്ള കുറ്റവാളികളെ തത്സമയം തിരിച്ചറിയുന്നതിനുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ സോഫ്റ്റ്വെയർ നാഫിസ്. തീരദേശ നിവാസികൾക്ക് സുരക്ഷിത പുനരധിവാസം ഉറപ്പാക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി പുനർഗേഹം. നീതി ആയോഗിൻ്റെ 2019-2021 റിപ്പോർട്ട് പ്രകാരം ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളം. ഹൈഡ്രജൻ ഇന്ധനം പമ്പ് നിർമ്മിക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം UAE. സംസാര ശ്രവണ പരിമിതരുമായി ആശയവിനിമയം നടത്താൻ വിദ്യാർത്ഥികൾക്കായി തൃശൂർ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ആംഗ്യ ഭാഷാ സാക്ഷരതാ പദ്ധതി കൈമൊഴി. വനത്തിനുള്ളിൽ കഴിയുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ
പുനരധിവസിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി. നവകിരണം. രാജ്യത്തെ ആദ്യ കൺസ്ട്രക്ഷൻ ഇന്നവേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത്. കൊച്ചി.